ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? കാക്കയ്ക്ക് പണ്ട് വെളുവെളുത്ത വെളുപ്പ് നിറമായിരുന്നത്രേ. പിന്നെ എങ്ങനെയാണ് കാക്ക കറുപ്പ് നിറമായതെന്നല്ലേ? നമുക്ക് ആ കഥ കേട്ടാലോ? ഒരിക്കൽ കാക്ക കാട്ടിൽ പറന്നു നടക്കെ കാടിന് നടുവിൽ നൃത്തം ചെയ്യുകയായിരുന്ന മയിലിനെ കണ്ടു. മയിലിൻ്റെ പീലിയും ഭംഗിയും കണ്ട കാക്കയ്ക്ക് കൊതിയായി. തനിക്കും അതുപോലെ വർണ്ണഭംഗിയുള്ള തൂവലുകളുണ്ടായിരുന്നുവെങ്കിൽ അവൻ ആശിച്ചു. എങ്ങനെയാണ് മയിലിനെ പോലെ വർണ്ണമുള്ള പീലികൾ കിട്ടുക? അവൻ ആലോചിച്ചു. അപ്പോഴാണ് അവൻ മൂങ്ങയാശാനെ ഓർമ്മ വന്നത്. കാട്ടിലെ വിവിധ പരിപാടികൾക്ക് വർണ്ണാലങ്കാരം നടത്താറുള്ള മൂങ്ങയാശാന് തനിക്കും നിറം കിട്ടുവാനുള്ള വിദ്യ അറിയുമായിരിക്കും കാക്ക കരുതി. അവൻ നേരെ മൂങ്ങയാശാനെ കാണാൻ പുറപ്പെട്ടു. കാക്കയുടെ ആവശ്യം കേട്ട മൂങ്ങയാശാൻ പറഞ്ഞു, എടോ, തനിക്ക് പ്രകൃതി തന്ന നിറം തന്നെ പോരെ? വെറുതെ പ്രകൃതിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ അത് ചിലപ്പോൾ ദോഷം ചെയ്യും. കാക്കയുണ്ടോ സമ്മതിക്കുന്നു. അവൻ നിർബന്ധം പിടിച്ചു. ശരി, നീ പോയി നാളെ രാത്രി വരൂ, ഞാൻ നിനക്കുള്ള നിറങ്ങൾ ശരിയാക്കി വെക്കാം, മൂങ്ങയാശാൻ പറഞ്ഞു. കാക്ക ഒരു വിധത്തിലാണ് നേരം വെളുപ്പിച്ചത്. രാത്രി ചെല്ലാനാണ് മൂങ്ങയാശാൻ പറഞ്ഞിരുന്നതെങ്കിലും അവൻ പകൽ തന്നെ സ്ഥലത്തെത്തി. കാക്കയുടെ ധൃതി കണ്ട് മൂങ്ങയാശാൻ വേഗം ഒരു വലിയ പാത്രത്തിൽ ചായം കലക്കി. പക്ഷേ പകൽ സമയം മൂങ്ങയാശാന് ശരിക്ക് കണ്ണ് കാണാത്തതിനാൽ നിറങ്ങൾ മാറിപ്പോയത് മൂങ്ങയാശാൻ അറിഞ്ഞതേയില്ല. ചായം മൂങ്ങയാശാൻ തയ്യാറാക്കിയതും കാക്കയോട് അതിലൊന്ന് നന്നായി മുങ്ങി വരാൻ പറഞ്ഞു. ഇത് കേട്ടതും കാക്ക ആ ചായപാത്രത്തിലേക്ക് ഒറ്റച്ചാട്ടം. മുങ്ങിയെണീറ്റ കാക്ക ഞെട്ടിപ്പോയി. തൻ്റെ ശരീരത്തിന് നല്ല കറുപ്പ് നിറം. കാക്കയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല. എടാ കള്ള മൂങ്ങേ, നീ എന്നെ പറ്റിച്ചല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവൻ മൂങ്ങയാശാന് നേരെ ചെന്നു. അബദ്ധം മനസ്സിലാക്കിയ മൂങ്ങയാശാൻ പെട്ടെന്ന് തന്നെ പറന്നകന്നു. ഒരു വിധത്തിലാണ് മൂങ്ങയാശാൻ കാക്കയിൽ നിന്നും രക്ഷപ്പെട്ടത്. അങ്ങനെയാണത്രേ കാക്കയ്ക്ക് കറുപ്പ് നിറം കിട്ടിയത്. മൂങ്ങയാശാൻ തന്നെ ചതിച്ചതാണെന്ന് വിശ്വസിച്ച കാക്ക പിന്നീട് തരം കിട്ടുമ്പോഴെല്ലാം മൂങ്ങയെ ആക്രമിക്കും.